ഹായ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇത് കുറച്ച് നൈറ്റായിട്ട് എടുക്കണം, അതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് ബുദ്ധിമുട്ടാകും. എന്തായാലും എല്ലാവരും സഹകരിക്കാം. അതായത് ഇപ്പോൾ എൻ്റെ ചാനൽ ഈ അടുത്ത് ചാനൽ മോണിയായി ഒരുപാട് കാലത്തെ കഷ്ടപ്പാട്. ഞാൻ ഇതിന് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഒരുപാട് കാലത്തെ കഷ്ടപ്പാട് തന്നെ. ഇപ്പോൾ എൻ്റെ ഇതിൽ ഡോളർ ഇങ്ങനെ കയറിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ക്യാഷ് കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ ഡോളർ ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നോട് ചില ആളുകളൊക്കെ ചോദിച്ചു, അതായത് ഈ ലൈവിലൊക്കെ നമ്മുടെ ചാനൽ മൂടിയതിനു ശേഷം പല ആളുകളും ചോദിക്കും, എങ്ങനെയാണ് ബ്രോ എന്താണ് മൂണിയാക്കിയത്, പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു ഗുഡൻസ് എന്നൊക്കെ ചോദിച്ചിരുന്നു. ഗുഡൻസ് എന്ന് പറയാൻ എന്താ വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും യൂട്യൂബിൽ ചെയ്യാൻ പാടില്ല, പല കാര്യങ്ങളും ചെയ്യാൻ പാടുണ്ട്. അതായത് ഞാൻ എൻ്റെ ഒരുപാട് കാലം ചെയ്തൊരു മണ്ടത്തരമുണ്ട്. നമ്മൾ ഷോർട്സിലൊക്കെ നമ്മളെ ഫോട്ടോ വെച്ച് അതിൽ സോങ് കൊടുക്കും. അങ്ങനെയുള്ള ഒരു സംഭവം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ അൽഗോരിതം വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്യാനേ പാടില്ല. അത് തീർത്തും ഒരു ഫൗളായ കാര്യമാണ്, ഒരിക്കലും അത് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരാളുടെ കണ്ടൻറ് എടുത്തിട്ട്, അതായത് മറ്റൊരാളുടെ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പല വീഡിയോസോ അല്ലെങ്കിൽ വല്ല ഫിലിം സംബന്ധമായിട്ട് അവരതൊക്കെ ഇങ്ങനെ ചുരണ്ടി നമ്മളതായി എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ പലതിടും. അത് പരമാവധി ഒഴിവാക്കുക. ചില കാര്യങ്ങൾ രക്ഷപ്പെട്ടു പോകും, പക്ഷേ പല കാര്യങ്ങളും നമുക്കത് യൂസ് കണ്ടൻ്റ് ആയിട്ട് വരും, കോപ്പിറൈറ്റ് ആയിട്ട് വരും, പണി കിട്ടും. ചിലപ്പോൾ നല്ല വ്യൂസ് ഉണ്ടാവും, പക്ഷേ അത് ഇട്ട ഉടനെ ഒന്നും കുഴപ്പമുണ്ടാവില്ല. പിന്നീട് അത് കോപ്പിറൈറ്റ് ആയിട്ടും യൂസ് കണ്ടൻ്റ് ആയിട്ടും നമുക്ക് ചാനലിൽ നല്ലോണം പണി കിട്ടും. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വീഡിയോസ് നമ്മൾ പല ആളുകൾക്കും നമ്മൾ എന്താ പറയുക വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യും. പരമാവധി ഞാനും ചെയ്തിട്ടുണ്ട്, ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ അത് പരമാവധി നമ്മൾ ഒഴിവാക്കുക. അത് നമ്മളെ നോർമൽ അതായത് യൂട്യൂബിൻ്റെ ഇൻറ്റേർണൽ വ്യൂസിനെ നല്ലോണം ബാധിക്കും. അത് യൂട്യൂബിൽ നമുക്ക് വ്യൂ കിട്ടാൻ, അത് എക്സ്റ്റേണൽ വ്യൂ മാത്രമാവും, ഇൻറ്റേർണൽ വ്യൂസ് വളരെ കുറവും. അപ്പോൾ യൂട്യൂബ് റെക്കമെൻഡേഷനിൽ നമ്മളെ വീഡിയോസിന് അധികം എത്തിക്കില്ല. നമ്മുടെ വീഡിയോസ് അധികം അവിടെ സ്റ്റോപ്പായി പോകും. ഒരു നിശ്ചിത വ്യൂ കഴിഞ്ഞാൽ അത് സ്റ്റോപ്പായി പോകും. പിന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ എന്താ പറയുക, ഈ ആവശ്യമില്ലാത്ത ടാഗ്സ്, അതായത് ഇപ്പോൾ ഉദാഹരണം ഒരു ഫുഡിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്, ഒരു ഫുഡ് സംബന്ധമായ വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ കൊണ്ടുപോയിട്ട് വല്ല വേറെ വല്ല സ്പോർട്സ് പരമായിട്ടുള്ള ടാക്സോ അല്ലെങ്കിൽ മറ്റു പല ടാക്സ് ഒരുപാട് ടാക്സുകളുണ്ട്. അത് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. അതായത് എന്താണ് നമ്മുടെ കണ്ടൻറ്റ്, ആ കണ്ടൻറ്റിന് അനുസരിച്ചുള്ള ടാക്സ് കൊടുക്കുക. അതാണ് പിന്നത്തെ ഒരു കാര്യം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതുപോലെ വലിച്ചതുണ്ട്, പക്ഷേ നോർമൽ ആളുകൾ ചെയ്യുന്ന കാര്യമാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെപ്പോഴും, ഞാനും ചെയ്യാറുള്ള കാര്യം, പക്ഷേ നിങ്ങൾ ലോങ് വീഡിയോ ഇടുമ്പോൾ പരമാവധി ഫസ്റ്റ് നമ്മുടെ ഈ ലോങ് വീഡിയോയിൽ നമ്മൾ അതിൻ്റെ എന്താ പറയുക അതായത് മാറ്റർ എഴുതുമ്പോൾ, അതായത് തംബ്നെയിൽ അല്ല, അതിൽ നമ്മളെ ടൈറ്റിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ആദ്യം തന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ ഇംഗ്ലീഷ് ലെറ്ററിൽ എഴുതാൻ ശ്രമിക്കുക. അത് നമ്മുടെ വ്യൂസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നീട് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യാന്നാണ് ഏറ്റവും ബെറ്റർ കാര്യം. അല്ലാതെ വ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഏറ്റവും ബെറ്റർ ഫസ്റ്റ് ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിനനുസരിച്ചുള്ള ടാക്സ് കൊടുക്കുക. ഒരുപാട് ടാക്സ് വലിച്ചു നീട്ടി എഴുതാതിരിക്കുക. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഷോർട്സൊക്കെ ഇടുമ്പോൾ പരമാവധി അതിനും തംബ്നെയിൽ, അതായത് നമ്മൾ ആ ഷോർട്സിൽ നമ്മളെ ഒരു പെൻ ഐക്കൺ ഉണ്ട്, ആ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് നമുക്ക് അതിൻ്റെ തംബ്നെയിൽ കൊടുക്കാൻ വേണ്ടത് അത് കറക്റ്റ് ചെയ്യാം. അതുകൊണ്ട് അതും ഷോർട്സിനൊക്കെ ഒരുപാട് റീച്ചിനെ ബാധിക്കും. പിന്നെ അതിന് അനുസരിച്ചുള്ള ടാക്സ് കൊടുക്കുക. പിന്നീട് എന്താ പറയുക, ആദ്യം നമ്മൾ വീഡിയോ അപ്ലോഡ്, ഒരിക്കലും പബ്ലിക് ആക്കിയിട്ട് വീഡിയോ ആദ്യം തന്നെ അപ്ലോഡ് ആക്കുക. ആദ്യം നമ്മൾ അൺലിസ്റ്റഡ് ഇട്ട് നോക്കിയിട്ട് വീഡിയോ അത് കോപ്പിറൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നോക്കിയതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അൺലിസ്റ്റഡ് പബ്ലിക് ആക്കാവും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് അത്യാവശ്യം അതിനിടയ്ക്ക് കിട്ടാൻ വ്യൂസ് കിട്ടി. പിന്നീട് അപ്ലോഡ് ആക്കുമ്പോൾ അത് ഇനി ഷോർട്സ് ആയാലും ലോങ് വീഡിയോസ് ആയാലൊക്കെ അങ്ങനെ തന്നെ, അങ്ങനെ ചെയ്താൽ ഏറ്റവും ബെറ്ററാണ്. പിന്നത്തെ കാര്യം,
നമ്മൾ ലൈവ്, അതായത് ഈ ലോങ് വീഡിയോ ചെയ്യാൻ അറിയാത്ത ഒരുപാട് ആൾക്കാർ ലൈവ് ചെയ്യും. ഈ ലൈവ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കും, പരമാവധി ഒന്നെങ്കിൽ നിങ്ങളെ ഫേസ് റിവീൽ ചെയ്ത് അധികം ചെയ്യുക. അത് ഏറ്റവും നല്ലത് ഫേസ് റിവീൽ. ഇനി ആളുകൾക്ക് അത് ചില ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേസിൽ റിവീൽ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ലൈവ് ചെയ്യുമ്പോൾ പരമാവധി അതിൽ ആളുകളിങ്ങനെ ഫുൾ ടൈം വന്നു പോവാതെ വെറുതെ അങ്ങനെ ലൈവ് ഇട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ചാനലിൻ്റെ മൊത്തം റീച്ചിനെ ബാധിക്കും. അതുപോലെ കുട്ടികളെ ഒന്നും ലൈവിൽ ഒരിക്കലും കാണിക്കാതെ നമ്മുടെ ലൈവ് ബ്ലോക്കാവും, നമ്മുടെ ചാനലിൻ്റെ അതൊരു ബാധിക്കും, ബുദ്ധിമുട്ടായിട്ട് ബാധിക്കും. അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നീട് എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ഇട്ട് നമ്മൾ ആദ്യം കുറച്ച് ടൈം നോക്കുക. ഇപ്പോൾ ഒരു ദിവസമൊക്കെ നോക്കിയാൽ ആദ്യത്തെ ദിവസം ചിലപ്പോൾ നമുക്ക് വ്യൂസ് ഒന്നും ഉണ്ടാവില്ല ചാനൽ. പിന്നീട് അത് സ്ലോവിലി അത് കയറി വരും. അപ്പോൾ അതുകൊണ്ട് അത് വെയിറ്റ് ചെയ്യാൻ നമ്മൾ ധൃതി കാണിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഡെയിലി ലോങ് വീഡിയോസ്, ഡെയിലി ഇല്ലെങ്കിലും ഒരാഴ്ചയിൽ 2-3 ലോങ് വീഡിയോസെങ്കിലും ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ലൈവാണ്, ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്ട് വീഡിയോ നമ്മൾ പല കണ്ടൻറ്റുകളിടും. പക്ഷേ ലോങ് വീഡിയോ ചെയ്യുന്നവർ പരമാവധി അവർക്ക് അവരുടേതായ ഒരു കറക്റ്റ് കണ്ടൻറ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഉദാഹരണം ഒരു സിനിമ സംബന്ധമായ വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റ് അത് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ് ആണെങ്കിൽ അങ്ങനെ. കാരണം അപ്പോൾ യൂട്യൂബിന് ഒരു കറക്റ്റ് ഒരു എന്താ പറയുക ഒരു ഐഡിയ കിട്ടും, ഇവർ ഇന്ന വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. മറ്റേ നമ്മൾ പല കണ്ടൻറ്റുകൾ ചെയ്യുമ്പോൾ ചെയ്യണ്ടെന്നല്ല, ഒരുപാട് പല ടൈമിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിക്കുമ്പോൾ യൂട്യൂബിന് കൺഫ്യൂഷൻ വരും. നമ്മുടെ ചാനലിൻ്റെ റീച്ചിനെ ഒരുപാട് ബാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യം ഇനിയുണ്ട്, ഒരുപാട് അതിന് പിന്നീട് പറയാം. പക്ഷേ ഇതൊക്കെ നിങ്ങൾ പല ആളുകളും ചെയ്യുന്ന തെറ്റുകളാവും. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ ഞാൻ ചെയ്ത ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്ത്. നിങ്ങൾക്ക് എന്താ പറയുക അതൊരു ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം. കാരണം നമ്മളെല്ലാവരും ഇതിലൊരൊക്കെ ഒരു എന്താ പറയുക യൂട്യൂബിൽ വിജയിക്കാൻ വേണ്ടി പല ആളുകളും നെഗറ്റീവ് കമൻറ്റൊക്കെ ഇടും. അതൊന്നും ആരും മെയിൻറ്റെയിൻ ചെയ്ത് അത് ആദ്യം പറയാനുള്ള കാര്യം, ആരും നെഗറ്റീവ് കമൻറ്റിന് അതായത് അതിന് റിപ്ലൈ കൊടുക്കേണ്ടതെന്നല്ല. നമ്മളെ പല ആളുകളും കളിയാക്കിയിട്ട് വരും. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്ത്, കാരണം കുറ്റപ്പെടുത്താൻ ഒരുപാട് ആളുണ്ടാവും, സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആളുകളുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന 1-2 ആളുകൾ നമ്മൾ നോക്കുക. ഈ നെഗറ്റീവ് പറയുന്നവരെ നമ്മൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുക, അത്ര തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവുകയാണെങ്കിൽ, അതായത് ഇവിടെ ഒരു പൂച്ചയും പട്ടിങ്ങനെ കളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കി. അപ്പോൾ ഹെൽപ്പ് ആവുകയാണെങ്കിൽ വളരെ സന്തോഷം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക.